ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ക്ഷേത്രമാണ് ഇപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത്. പ്ലാപ്പറ്റ ഉമ്മനാഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ പേര് മോക്ഷത്തമ്പലം എന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് എത്തിയിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അമ്പലത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വീഡിയോ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് പുറത്ത് നിന്നിട്ട് ഞാൻ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ 2 ശിവനുണ്ട്. ബാക്കിൽ ആ ശിവൻ്റെ ബാക്കിൽ തന്നെ ശിവനും പാർവതിയായിട്ടുള്ള ഒരു അമ്പലത്തിലാണ്. ഒരു മുട്ട് കഴിക്കില്ലേ, തേങ്ങയൊക്കെ അങ്ങനെ മുട്ടിയിട്ട് നമ്മുടെ സമയങ്ങളൊക്കെ പറയും. അങ്ങനെ ആണ് ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. അപ്പം അതിന് പുറത്ത് വന്നിട്ട് ഈ ഭാഗങ്ങളിലേക്ക് ബാക്ക് ഭാഗത്ത് സൈഡ് ഭാഗത്തൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഭാഗത്താണ് നാഗക്ഷേത്രം വനദേവത എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമുണ്ട് ചെറുതായിട്ട്. അത് കഴിഞ്ഞ് ബാക്കിൽ പോയപ്പോൾ വേട്ടക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഒരു ഔഷധ ഗുണമുള്ള ചെടികളും മരങ്ങളും ഒക്കെയാണ്. പൂക്കൾ ഓരോരോ ഒരു പുതിയ പുതിയ ഇതായിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ മുകളിലായിട്ട് വലിയൊരു പുഷ്പമുണ്ട് കേട്ടോ. ആ വെള്ളിയായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഇല മറിഞ്ഞിട്ട് കാണാൻ പറ്റണില്ല. നമ്മൾ ഈ ബാക്കിൽ കൂടെയൊക്കെ വന്നിട്ട് ഇതാ അങ്ങനെ ചിത്രങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ശിവൻ്റെയും കൃഷ്ണൻ്റെയും ഒക്കെ ആയിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിറയെ പൂക്കൾ, എന്താ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതാ കാണാൻ നല്ല സുന്ദരമായിട്ടുള്ള നല്ലൊരു തണുപ്പും നല്ല പ്രകൃതി. അപ്പോൾ ഈ ഭാഗമൊക്കെ കണ്ടിട്ട് ഇതാ കൃഷ്ണാല്, കൃഷ്ണ പേരാൽ എന്ന് പറഞ്ഞൊരു മരമുണ്ട്. ആ മരത്തിൽ ആ ഇലയിലാണ്, ആലിൻ്റെ ഇലയിലാണ് തണ്ട കൂമ്പിള് പോലെയാണ് ആ ഇല ഇരിക്കുന്നത്. ഈ ഇലയിലാണ് ഗോപികമാർ കൃഷ്ണനെ വെണ്ണ കൊടുത്തു എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞത്. ഞാൻ ഈ പുഷ്പങ്ങളൊക്കെ എടുക്കണുണ്ട്. ഇത് ഒരു കത്തിരിക്ക വഴുതിനിങ്ങയാണ്. ഒരു പുതിയൊരു ഐറ്റം ഞാൻ കണ്ടിട്ടില്ല. വഴുതിനിങ്ങയാണ് എന്നാണ് ചേട്ടൻ പറഞ്ഞത്. നിറയെ ശംഖുപുഷ്പങ്ങളും വെള്ള ശംഖുപുഷ്പങ്ങൾ ഒക്കെ ഉണ്ട്. ഈ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമാണ്. രാവിലെ നമ്മൾ പോയ സമയത്ത് ഉപ്പുമാവും കട്ടൻ കാപ്പി, ചുക്കുവെള്ളം, ഇതുണ്ട് ചുക്കുവെള്ളമൊക്കെയാണ് തന്നത്. നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഈ ഭാഗങ്ങളിൽ നമ്മുടെ നക്ഷത്രം ഇല്ലേ, നാളുകാരുടെ മരങ്ങളും പിന്നെ പക്ഷികളുടെ മൃഗങ്ങളുടെയൊക്കെ ആയിട്ടുള്ള എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ രാശികളൊക്കെ എങ്ങനെയാണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാൻ പോവാം. ഈ ഭാഗത്തേക്കൊക്കെ ആയിട്ടുണ്ടുണ്ട് ഓരോരോ നാളുകാർക്കുള്ള ഭക്ഷണം ഇതാണ് ചെടികളാണ്. അപ്പോൾ നമ്മൾ ഈ ചെടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയി ഓരോരോ മരത്തിലും എഴുതി വെച്ചിട്ടുണ്ട് ഓരോരോ നക്ഷത്രക്കാരുടെ രാശി മരങ്ങൾ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ നോക്കിയ സമയത്ത് ചേട്ടൻ പറഞ്ഞു, ഈ നാളുള്ളവർ ഈ മരത്തിൽ ഒരു കുടം വെള്ളം ഒഴിച്ചാൽ നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒരു കുടം എടുത്തിട്ട് ഞാൻ എൻ്റെ നാളെ എവിടെയെന്ന് നോക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയപ്പോൾ ലാസ്റ്റാണ് കണ്ടത്. ലാസ്റ്റ് എവിടെയെന്ന് ഞാൻ നോക്കുകയാണ് കേട്ടോ. ഞാൻ എൻ്റെ മകളും ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോയത്. ബസ്സിലാണ് പോയത്. ബസ്സിൽ പോവുക പറഞ്ഞാൽ കോങ്ങാട് ഇറങ്ങി അവിടുന്ന് ഈ ക്ഷേത്രത്തേക്കുള്ള മോക്ഷത്തമ്പലം പറഞ്ഞാൽ അവിടെ കൊണ്ട് ഇറക്കി വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റോഡ് ഇതാ എൻ്റെ മരം എത്തി. ഞാൻ അതിലേക്ക് ഒരു കുടം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ റോട്ടിലേക്ക് വന്നു. റോട്ടിലേക്ക് വന്നിട്ട് ഒരു ചായയും ഒരു കടിയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ ബസ് കാത്ത് നിൽക്കുന്ന സമയത്ത് ഇതാണ്ട് ബജി, പിന്നെ പഴബജിയും ബജിയും ഒക്കെ ഉണ്ട്. ഞാൻ ഒരു പഴബജി മാത്രം വാങ്ങി അത് ഒരു ചായയും കൂടെ കുടിച്ചു. കുറച്ച് ഒരു 2-3 ആൾക്കാർ സോഡ ഒക്കെ വാങ്ങി കുടിച്ചു. എന്ത് ചായ ചേട്ടൻ്റെ ഇതുണ്ടോ ചായ ഊറ്റാണ് ചേട്ടൻ. നമ്മളിങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് ഗരുഡൻ ഒന്ന് പറന്നുപോയി ബസ് റോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.